അപ്പം കുറച്ച് ഓപ്പൺ റോഡ്സ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചെടുത്ത് നോക്കാം. നിങ്ങൾ ഈ നീഡിൽ നോക്കുക, സ്പീഡോമീറ്റർ കാണുന്നുണ്ടോ എന്ന് നോക്കുക. വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ജാവേൻ്റെ പെരാക്കാണ്. ഒരുപാട് കാലമായിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് വണ്ടി ഒരു രക്ഷയില്ല കിട്ടാൻ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെ എടുത്ത സമയത്താണ് ഇപ്പോൾ ഈ വണ്ടി എനിക്ക് തന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരാഴ്ചത്തോളം ഉണ്ട് എൻ്റെ കയ്യിൽ ഈ വണ്ടി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പഴയ ജാവേൻ്റെ റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ജാവ ഏത് ഓടിക്കുകയാണെങ്കിൽ എനിക്ക് ആദ്യം ഓടിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമൊന്നും തോന്നില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓടിച്ച് അതിനോടുള്ള ഒരു സ്നേഹം ഡെവലപ്പായി വരുന്ന ഒരു സംഭവമാണ്. അപ്പം അത് തന്നെയാണ് പെരാക്കിനോട് എനിക്ക് സംഭവിച്ചത്. കാരണം വണ്ടി നമ്മളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഓടിക്കുമ്പോൾ നമ്മൾ ആ ഓൺ ചെയ്യുന്നു എന്നുള്ളൊരു ഫീൽ വരുമ്പോഴാണ് വണ്ടീനോടൊരു സ്നേഹമൊക്കെ തോന്നുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഭയങ്കര കട്ട ജാവ ഫാനാണ്, അതല്ലെങ്കിൽ നിങ്ങൾ ഈ വണ്ടി മാത്രമേ വാങ്ങുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സമയം വേസ്റ്റ് ആക്കണ്ട, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. കാരണം ഇതൊരു ഫാൻ ബോയ് റിവ്യൂ അല്ലെങ്കിൽ ഫാൻ ബോയ്സിനുള്ള റിവ്യൂ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഈ വണ്ടി ഓടിച്ച് ഉപയോഗിച്ച് ഇതിനകത്തുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളാണ് ഈ വീഡിയോനകത്ത് പറയാൻ പോകുന്നത്. പറഞ്ഞു, ഈ വണ്ടി ഓടിക്കുമ്പം എനിക്ക് ഈ വണ്ടിയോട് ചിലപ്പോൾ ഇഷ്ടം തോന്നും, ചിലപ്പോൾ ഒട്ടും ഇഷ്ടം തോന്നുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു യൂസേജ് പോയിന്റ് എന്നാവുന്നത്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ എല്ലാവരും ഒന്ന് സോപ്പിട്ട് പറയാം അത് വണ്ടി പൊളിയാണെന്ന് പറയും. പക്ഷേ ഞാൻ പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ജെനുവിനായിട്ട്, അതായത് ഈ വണ്ടിയും വേറൊരു വണ്ടിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ജെനുവിനായിട്ട് ഒരാൾക്കൊരു ഒപ്പീനിയൻ കൊടുക്കണമെങ്കിൽ വണ്ടി ഓടിച്ച് അതിനോട് ഇഴുകി ചേർന്നിട്ട് തന്നെ വേണം പറയാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണിത്. ഞാൻ പറയുന്നത് നിങ്ങളൊരു ഫാൻ ബോയ് ആണ്, പൊളി വണ്ടിയാണ് എന്ന് മാത്രം പറയുന്നത് കാണാൻ വേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണരുതെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ ഈ വണ്ടിയും വേറൊരു വണ്ടിയുടെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാം. കാരണം ഞാൻ ഇതിൽ എൻ്റെ എക്സ്പീരിയൻസ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ ഇതിൻ്റെ ലുക്സാണ്. ഞാൻ RR310 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓടിച്ചതിൽ ഏറ്റവും കാണാൻ ഭംഗിയുള്ള ബൈക്ക് എന്ന് പറയുന്നത് RR310 ആണ്. പക്ഷേ ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് മാറ്റണം എന്നുള്ളത് ഈ വണ്ടി കണ്ടപ്പോഴാണ് ഒന്ന് ഡൗട്ടിലായത്. കാരണം ഭയങ്കര ഭംഗിയാണ് കേട്ടോ വണ്ടി കാണാൻ. വണ്ടി ഞാൻ ഫോട്ടോയിൽ കണ്ടതിനേക്കാളും നല്ല ഭംഗി നേരിട്ട് കാണാനാണ്. പിന്നെ നമ്മൾ ഈ വണ്ടി എവിടെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് നോക്കും, ഒന്ന് കയറി ഇരുന്നൊക്കെ നോക്കും. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ പാർക്കിംഗ് ലോട്ടിൽ നിർത്തിയ സമയത്തും വണ്ടി ആരും കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ഒരു വണ്ടി ഉള്ളതായിട്ട് ആർക്കും അറിയുന്നുമില്ല. 2-3 പേര് ഒന്ന് വണ്ടി ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വരുന്നവരെ അവർ വെയിറ്റ് ചെയ്തു ഈ വണ്ടീനെ കുറിച്ച് ചോദിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഭയങ്കര ഐക്യാച്ചി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ വണ്ടി ഭയങ്കര ചെറുതാണ്. ഏറെ കാലത്തിന് ശേഷം ഒരു വണ്ടീൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഞാനൊരു അജാനബാഹു മനുഷ്യനായിട്ട് തോന്നുന്നത് ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു. കാരണം സാധാരണ ഞാൻ ഒരു വണ്ടീൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ആനും പാപ്പാനും പോലെയാണ്. പക്ഷേ ഈ വണ്ടീൻ്റെ മുകളിൽ ഞാൻ കയറി നിന്ന് കഴിഞ്ഞാൽ ഞാനൊരു വലിയ മനുഷ്യനെ പോലെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വണ്ടി ഭയങ്കര ചെറുതാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ചെറിയ ആൾക്ക് പറ്റിയൊരു വണ്ടിയാണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, സീറ്റ് ഹൈറ്റ് ഭയങ്കര കുറവാണ്. സീറ്റ് ഹൈറ്റ് കുറഞ്ഞുകൊണ്ട് തന്നെ വളരെ ഷോർട്ടായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. സീറ്റ് ഹൈറ്റ് മാത്രമല്ല, ഗ്രൗണ്ട് ക്ലിയറൻസും ഭയങ്കര കുറവാണ്. പക്ഷേ ഞാൻ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണെന്ന് ഞാൻ സ്പെക് ഷീറ്റിൽ കണ്ടൊരു സമയത്ത് പ്രതീക്ഷ അത്രത്തോളം മോശമല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 62-65 വരുന്നതാണ്. എൻ്റെ ഈ വെയിറ്റ് വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഓടിക്കുന്ന ഒരു സമയത്ത്, നോർമലായിട്ടുള്ള റോഡിൽ ഓടിക്കുന്ന ഒരു സമയത്ത് ഒരു മോഡറേറ്റ് ഹമ്പിലൊന്നും ഇത് തട്ടുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ടോളായിട്ടുള്ള ഹമ്പിൽ മാത്രമേ തട്ടുന്നുള്ളൂ. ഞാൻ വിചാരിച്ചത് എല്ലാ ഹമ്പിലും തട്ടിപ്പോകുന്നതാണ്. പക്ഷേ ഇല്ല, ഞാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് തട്ടിക്കാൻ വേണ്ടിയിട്ട് തട്ടിച്ചു അവസാനം ഞാൻ. അതെന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏത് ഹമ്പിൽ തട്ടണമെന്ന് നമ്മൾ അറിയണമല്ലോ. അപ്പം നല്ലൊരു ഹമ്പ് കയറിയ സമയത്ത് തട്ടി. അതല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ഭയങ്കര പരിതാപകരമായ രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് സിംഗിൾ സിലിണ്ടർ വണ്ടികൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി ക്രൂസേഴ്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സമയത്ത്. പിന്നെ വണ്ടീൻ്റെ ലുക്കിൻ്റെ കാര്യത്തിലേക്ക് തന്നെ ബാക്കി വരാം. അതായത് ഞാൻ കണ്ട ക്ലാസിക് ജാവ അല്ലെങ്കിൽ ജാവ 42 ഇതൊക്കെ കമ്പയർ ചെയ്യുന്ന ഒരു സമയത്ത് ഇതിൻ്റെ പെയിൻ ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും കുറച്ചുകൂടെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എക്സെപ്റ്റ് അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഒരു 1-2 വയറുകൾ, അതായത് ഇവിടെയും 1-2 വയറുകൾ അൺഅറ്റൻഡഡ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. അതായത് ഒന്നുകൂടെ അതൊന്ന് ഒതുക്കി വെച്ചിരുന്നെങ്കിൽ ഒന്ന് വൃത്തിയായനെ, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ അതല്ലാതെ ഈ ഒരു വണ്ടിയിൽ ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യമായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. പെയിൻ ക്വാളിറ്റി ഒക്കെ ഭയങ്കര നൈസാണ് ഈ വണ്ടീൻ്റെ മുകളിൽ. ഈ വണ്ടി അത്യാവശ്യം ഓടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കാം വണ്ടീൻ്റെ ബിൽഡ് ക്വാളിറ്റിയും പെയിൻ ക്വാളിറ്റിയൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഫീൽ ചെയ്തത്. പിന്നെ ഈ ഒരു എക്സോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു മോഡിഫൈ ചെയ്തൊരു വണ്ടി പോലെയാണ് ഇത് തോന്നുന്നത്. പലർക്കും അതായിരുന്നു ഡൗട്ട്. ഞാൻ പാർക്കിംഗ് ലോട്ടിലൊക്കെ വെച്ച് പോയൊരു സമയത്ത് ഞാൻ പറഞ്ഞു, ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇത് മോഡിഫൈ ചെയ്ത വണ്ടിയാണോ? ഞാൻ പറഞ്ഞത് ഫുള്ളി സ്റ്റോക്കാണ്, മോഡിഫൈ ചെയ്തിട്ടില്ല ഈ വണ്ടി. അപ്പം അങ്ങനത്തെ ഒരു വണ്ടിയാണ്. ഇനിയിപ്പം നമുക്ക് വണ്ടീൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ, വണ്ടി ഞാൻ പറഞ്ഞു സീറ്റ് ഹൈറ്റ് കുറവാണ്. പക്ഷേ ഇതിന് ഒരു വല്ലാത്തൊരു റൈഡിങ് എർഗണോമിക്സ് ആണ്. അതായത് വണ്ടിയിൽ നമ്മൾ കയറിയിരുന്നാൽ ഒട്ടും സീറ്റ് ഹൈറ്റ് ഇല്ലാത്തൊരു വണ്ടിയാണ്, ഭയങ്കര കംഫർട്ടബിളായിട്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയുമോ, സീറ്റ് ഹൈറ്റും കുറവാണ്, പക്ഷേ ഫുട് പെഗ് കുറച്ച് കയറിയിട്ടായിരിക്കുന്നത്. ഇങ്ങനെ വരുന്നൊരു സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോളായിട്ടുള്ള ആൾക്കാർക്ക് ശരിക്കും നല്ല രീതിയിൽ ക്രാംസ് വരും. ഇപ്പം എനിക്ക് തന്നെ കുറച്ച് മുമ്പേ ഇംഗ്ലീഷ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ക്രാമ്പ് വന്നു. അപ്പം ടോളായിട്ടുള്ള ആൾക്കാർക്ക് നീ ഭാഗത്തും ഹിപ്പ് ഭാഗത്തൊക്കെ ഭയങ്കര ക്രാംസ് വരാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഭയങ്കര ടോളാന്നല്ല പറയുന്നത്, ടോളല്ലാത്ത എനിക്ക് തന്നെ ഇത്ര ഒരു പ്രശ്നം തോന്നുമ്പം ശരിക്കും ടോളായിട്ടുള്ള ആൾക്കാർക്ക് അതൊരു പ്രശ്നമാണ്.
പിന്നെ വണ്ടിൻ്റെ എർഗണോമിക്സ് എന്ന് പറയുന്നത് ഞാൻ വേറൊരു സംഭവം കാണിച്ചുതരാം. ഈ സീറ്റിനകത്ത് എങ്ങനെ ഇരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റിനകത്ത് ഇവിടെ ഒരിക്കലും ഇരിക്കരുത്. ഇവിടെ ഇരുന്നിട്ടല്ല വണ്ടി ഓട്ടേണ്ടത്. ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഞാൻ ഇവിടെ ഇരുന്ന ഓട്ടി. ഇതൊരു വല്ലാത്തൊരു പൊസിഷനാണ് ഇവിടെ ഇരുന്ന് ഓട്ടരുത്. ശരിക്കും ഒരു ബോബറിൽ ഇവിടെ ഇരുന്ന ഓട്ടുക. ഞാൻ ആകെക്കൂടെ ഇതിന് മുമ്പ് ഓടിച്ചൊരു ബോബർ, ആകെക്കൂടെ മുമ്പ് ഓടിച്ച ബോബർ എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ വളരെ കുറച്ച് ബോബറേ ഉള്ളൂ. അതിലൊന്നാണ് ട്രയംഫിൻ്റെ ബോബർ എന്ന് പറയുന്നത്. ആ ബോബറിനകത്ത് സീറ്റ് എങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീറ്റിൽ ഇവിടെ ഒരു കട്ടുണ്ട്. ആ ഒരു കട്ട് ഇവിടെ വേണം. ഈ ഒരു കട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ കുഴിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കും. ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ സ്ലൈഡ് ചെയ്ത് മുന്നോട്ടേക്ക് വരും. ടാങ്കിൻ്റെ മുകളിൽ ഗ്രിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത് നല്ല ഗ്രിപ്പും കിട്ടുന്നില്ല, പിന്നെ ഇവിടെ ഭയങ്കര സോഫ്റ്റുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്നൊരു സമയത്ത് നമ്മൾ മുന്നോട്ടേക്ക് തള്ളി വരും. അപ്പോൾ തന്നെ നമ്മളൊരു റൈഡിങ് എർഗണോമിക്സ് ആകെ മാറും. അപ്പോൾ നമ്മൾ സിറ്റിയിൽ ഓടിക്കുന്നൊരു സമയത്ത് കുറച്ചൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും റൈഡിങ് എർഗണോമിക്സിൻ്റെ സൈഡിൽ തന്നെ. പിന്നെ അത് മാത്രമല്ല റിയർ സസ്പെൻഷൻ ഭയങ്കര ഹാർഡായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ ട്രാവൽ കുറവാണ്. റോഡിലുള്ള എല്ലാ ചെറിയ കുഴിയും കല്ലും കാര്യങ്ങളും എല്ലാം തന്നെ നന്നായിട്ട് അറിയുന്നുണ്ട്. നിതംബങ്ങൾ സേഫ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് കംഫർട്ടബിളാണ്, കണ്ടുമല്ലോ, കുഷൻ ഉണ്ട്. പക്ഷേ സസ്പെൻഷനാണ് പണി പറ്റിച്ചത്. സസ്പെൻഷൻ നന്നായിട്ട് അടിക്കുന്നുണ്ട്. അത് മുഴുവനും ലോവർ ബാക്കിലേക്കാണ് വരുന്നത്. അതായത് നട്ടെല്ലിൻ്റെ ആ താഴെ ഭാഗത്താണ് നന്നായിട്ട് അതിൻ്റെ ഒരു അടി വരുന്നത്. ഫ്രണ്ട് സസ്പെൻഷൻ കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല, ടൈറ്ററാണ്, എന്നാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ റൈഡിങ് ഇൻസൈഡ് സിറ്റി എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒന്ന് വെറുത്തു പോയിട്ടുണ്ട്. പിന്നെ നല്ല റോഡുണ്ട്, ട്രാഫിക് ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ബാംഗ്ലൂർ പോലൊരു സ്ഥലത്ത്, അതായത് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്, നല്ല രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊക്കെ ഉള്ളൊരു സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ വണ്ടി ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ഹൈവേയിൽ വന്നൊരു സമയത്താണ്. ഹൈവേയിൽ ഓടിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല. നമ്മൾ ആ കംഫർട്ടബിളായിട്ട് സീറ്റിൽ ഞാൻ പറഞ്ഞ പോലെ അതൊന്ന് കണ്ടുപിടിച്ചിരിക്കണം. ഇപ്പോൾ ഓണേഴ്സ് ആയാൽ പോലും ഈ ഒരു എർഗണോമിക്സ് നമുക്കൊന്ന് സെറ്റായി വരാൻ തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവം ഓക്കെയാണ്. ടെക്നിക്ക് പിടികിട്ടിയാൽ നോ പ്രോബ്ലം. അപ്പോൾ അത്രയാണ് റൈഡിങ് എർഗണോമിക്സിനെ കുറിച്ചിട്ട്. പിന്നെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ ജാമിനേക്കാളും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. കുറച്ച് നല്ല ഗ്രണ്ടൊക്കെ ഉണ്ട്, ഫാസ്റ്റായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഈവൻ സിറ്റിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് ഒരു തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹമ്പൊക്കെ എടുക്കുന്ന സമയത്ത് സാധാരണ സെക്കൻഡ് ഗിയറിലൊക്കെ എനിക്ക് ഹമ്പ് എടുക്കാൻ പറ്റുന്നതാണ് പല വണ്ടികളിലും. ഈ ഒരു കപ്പാസിറ്റിയുള്ള വണ്ടികളിലൊക്കെ ഫസ്റ്റിലേക്ക് ഇടണം. ഫസ്റ്റിലേക്ക് ഇട്ടാൽ മാത്രം പോരാ, ക്ലച്ച് ഒന്നും താങ്ങാതെ വണ്ടി കയറുന്നില്ല, വണ്ടിക്കൊരു നോക്കിങ് വരുന്നു, വണ്ടി ഓഫ് ആവുന്ന ഒരു ഫീൽ വരുന്നൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു സംഭവം ഞാൻ എൻ്റെ ജാവ 42ൻ്റെ റിവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫ്യൂലിങ്ങിൻ്റെ കാര്യമാണ്, ഇത് ടോർക്കി അല്ല. വണ്ടി അത്രത്തോളം ടോർക്കി അല്ല, അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ വണ്ടി ഓഫ് ആവുമെന്നുള്ളൊരു ഡൗട്ട് വരുന്നത്. ഓഫ് ആവുമെന്നല്ല, വണ്ടി ഓഫ് ആവുന്നുണ്ട്, അല്ലാതെ തന്നെ വണ്ടി ഓഫ് ആവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വണ്ടി ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഒരു പോയിൻ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഈ വണ്ടീനെ മോശമായി പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഈ വണ്ടി ഞാൻ എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഓടിച്ച ഒരു സമയത്ത് ഞാൻ ആദ്യം റിവ്യൂ ചെയ്യണമെന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു ഈ വണ്ടി ഞാൻ വാങ്ങിയെന്ന് അസ്യൂം ചെയ്യുക, ഞാൻ ഈ വണ്ടിയായിട്ട് ജീവിക്കുന്നു, എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, ഞാൻ എങ്ങനെ ഈ വണ്ടിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും എന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണ് ഞാൻ ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. അപ്പം സിറ്റിയിൽ ഓടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി മോശം റോഡുള്ളൊരു സിറ്റിയിൽ. കുറേ നേരം ഞാൻ നിന്ന് സംസാരിക്കും, നമുക്ക് ഓടിച്ച് സംസാരിക്കാം വണ്ടി എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഓടിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഡയലിലെ കാര്യങ്ങളൊക്കെ ഒന്ന് വാക്കിംഗ് ചെയ്ത് പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് പറയാൻ. കാരണം ആകെ കൂടെ ഉള്ളത് ഒരു ഓഡോമീറ്റർ ഉണ്ട് ഇവിടെ. കീയിട്ട് കാണിച്ചു തരാം. കീയൊക്കെ ഭയങ്കര ഒളിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. അവിടെയാണ് കീ ഇരിക്കുന്നത്. ഇതിനകത്ത് ആകെ കൂടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഡോമീറ്റർ ഉണ്ട്. ഞാൻ ഇതിൻ്റെ സ്വിച്ച് എവിടെയാണെന്ന് തപ്പുമായിരുന്നു. അതായത് ഇത് ഞെക്കിയിൽ വേണമല്ലോ ട്രിപ്പ് മീറ്റർ കാണാൻ. അപ്പം ട്രിപ്പ് മീറ്റേഴ്സ് ഇല്ല, ഒരു ഓഡോമീറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ ഉണ്ട്, ഫ്യൂൽ മീറ്റർ ഉണ്ട്, ദാറ്റ്സ് ഓൾ. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡയലാണ് കാണുന്നത്. സിംപ്ലിസിറ്റി ഒരുപാട് പിടിച്ചു എന്നാണ് തോന്നുന്നത് ജാവ. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് ഓടിക്കുന്ന സമയത്ത് ഒരു 40 സ്പീഡ് മുതൽ ഒരു 100 സ്പീഡ് വരെയുള്ള സ്പീഡുകളൊന്നും തന്നെ കാണില്ല ഈ ഒരു വ്യൂ. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയാം. ഇതെൻ്റെ ചിൻ മൗണ്ട് ക്യാമറയാണ്. ഇതിനേക്കാളും ചെറുതായിട്ടൊന്ന് ബെറ്റർ ആയിട്ടേ എനിക്ക് നേരിട്ട് കാണുന്നുള്ളൂ. ബാക്കി നിങ്ങൾ കാണുന്ന അതേപോലെ തന്നെയാണ് ഞാനും ഇത് കാണുന്നത്. അപ്പം ഒരു 40 to 100 സ്പീഡ് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ നോക്കണം. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം റെഡ് ലൈൻ ചെയ്ത് സ്പീഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ഈ സൂചി കിടന്ന് വിറയ്ക്കും. വിറയെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വിറയാണ്, പനി വന്ന് വിറയ്ക്കുന്ന പോലെയാണ് അത് വിറയ്ക്കുന്നത്. അപ്പോൾ ചെറിയൊരു വൈബ്രേഷൻ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അത് സംസാരിക്കാം. വണ്ടീൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ കുറച്ച് രസമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, മോശമില്ലാത്ത രീതിയിലുള്ളൊരു ശബ്ദമൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞൊരു വണ്ടിയല്ലേ പിന്നെ ഇതിൽ കൂടെയൊക്കെ കൊണ്ടുപോകണമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണെങ്കിലും ഇതുപോലുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോകാം, വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം കുറച്ച് ഓപ്പൺ റോഡ്സ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചെടുത്ത് നോക്കാം. നിങ്ങൾ ഈ നീഡിൽ നോക്കുക, സ്പീഡോമീറ്റർ കാണുന്നുണ്ടോ എന്ന് നോക്കുക.
അപ്പോൾ ഒരു 100 ഒക്കെ പുട്ടുപോലെ കയറുന്ന ഒരു വണ്ടിയാണ്, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ഈ റെഡ് ലൈൻ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്നും ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ സീറ്റിലും അറിയുന്നുണ്ട്, ഫുഡ് പെഗിലും അറിയുന്നുണ്ട്, ഹാൻഡിൽ ബാറിലും അറിയുന്നുണ്ട്. ആ ഹാൻഡിൽ ബാറിൽ അറിയുന്ന വൈബ്രേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നീഡിൽ നോക്കാൻ പറഞ്ഞത്. നീഡിൽ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന അറിയാൻ പറ്റും. അപ്പോൾ സ്പീഡിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. 120, 130 ഒക്കെ പോകുന്നുണ്ട്. കുറച്ച് മുമ്പ് രാവിലെ ഞാൻ വരുന്ന സമയത്ത് ക്രോസ് വിൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഈസി ആയിട്ട് 140 കയറുന്നതായിട്ട് കണ്ടു. ഇപ്പോഴും ക്രോസ് വിൻസ് കൊണ്ട് ഈ ഒരു വണ്ടി എഫക്റ്റ് ആവുന്നില്ല കേട്ടോ. ഈ വണ്ടി ലൈറ്റ് ആണെങ്കിൽ പോലും ഓടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ക്രോസ് വിൻസ് കൊണ്ട് എഫക്റ്റ് ആവുന്ന ഒരു വണ്ടി അങ്ങനെയൊന്നുമല്ല. ഇനിയിപ്പോൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്കിംഗ് ആണ്. അതായത് ഈ വണ്ടീനെ പിടിച്ച് നിർത്താനുള്ള രീതിയിലുള്ള ബ്രേക്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഗിയർ ബോക്സ് ക്ലച്ച് വരികയാണെങ്കിൽ ഗിയർ ബോക്സ് കുറച്ചൊന്ന് ഹാർഡാണ്, ക്ലച്ച് കുറച്ചൊന്ന് ടൈറ്റാണ്, അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു എൻജിൻ ലോവർ സ്പീഡിൽ ആ ഒരു നോക്ക് ചെയ്യുന്നൊരു ഫീലുണ്ട്. വണ്ടി ഓഫായി പോവുമോ എന്നുള്ളൊരു ഫീൽ വരുന്നുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ചെയ്യും സിറ്റിയിൽ. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോഡറേറ്റ്ലി ടൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലച്ച് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് ഭയങ്കരമായിട്ട് വേദനിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത്. ഹൈവേയിൽ ആ ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഒരു വലിയ ടയേഴ്സാണ് വരുന്നത്. ഈ ടയർ വെച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രേറ്റ് ലൈനിലൊക്കെ നല്ല സ്റ്റെബിലിറ്റിയാണ്. ഇതിന് പോകാൻ പറ്റുന്ന എല്ലാ സ്പീഡിലും ഇത് അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ കോർണേഴ്സ് വരുന്ന സമയത്ത് എനിക്ക് അത്രത്തോളം കോർണർ ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കോർണർ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ലെഫ്റ്റ് സൈഡ് കോർണർ ആയിരുന്നു. അത് എടുക്കുന്നൊരു സമയത്ത് ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് പെട്ടെന്ന് തട്ടി. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കുറവാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് സ്റ്റാൻഡ് പെട്ടെന്ന് തട്ടുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് എനിക്ക് അത്രയ്ക്ക് നല്ലൊരു കോർണർ കിട്ടിയിട്ടുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു റൈറ്റ് സൈഡും പെട്ടെന്ന് തന്നെ തട്ടും, പക്ഷേ ലെഫ്റ്റ് സൈഡിൻ്റെ അത്ര പെട്ടെന്ന് തട്ടില്ല, കാരണം സ്റ്റാൻഡ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞു റൈഡിങ് എക്കണോമിക്സ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ സീറ്റിൻ്റെ ഏറ്റവും പുറകു ഭാഗത്തേക്കാണ് ഇരിക്കുന്നത്, എന്നിട്ട് മുന്നോട്ട് ഇത്തിരി സ്പോർട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിലിരുന്ന് ഓടിക്കേണ്ടത്. ഇങ്ങനെ ഒരു റൈഡിങ് പോസ്റ്റർ വരുന്ന സമയത്ത് കണ്ടല്ലോ, നീസ് അത്യാവശ്യം നല്ലൊരു വി ഷേപ്പിലാണ് ഇരിക്കുന്നത്. ടോളായിട്ടുള്ള ആൾക്കാർക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. നീസിനകത്തും പ്രഷർ വരുന്നുണ്ട്, എൻ്റെ ഹിപ്പിനകത്തും പ്രഷർ വരുന്നുണ്ട്. ഈ ഹമ്പുകൾ, അതായത് ഇത്രയും ചെറിയ ഹമ്പുകൾ പോലും നമ്മൾ വളരെ സ്ലോ ആക്കി എടുക്കണം, അല്ലെങ്കിൽ നടുപ്പുറം കടപ്പുറമാവും. അയ്യോ കണ്ടില്ല. പിന്നെ എണീറ്റ് നിന്ന് ഓടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ എണീറ്റ് നിന്ന് ഓടിക്കുന്നതും ഭയങ്കര ഒരു സീനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഇപ്പം നമ്മൾ അങ്ങനത്തെ ഒരു ഹമ്പ് വരുന്നൊരു സമയത്ത് അൺഎക്സ്പെക്റ്റഡായി വന്നു കഴിഞ്ഞാൽ എണീറ്റ് നിൽക്കാനേ പറ്റുള്ളൂ. അപ്പം കുറച്ച് ഡിസ്കംഫേർട്സ് ഉള്ള സമയത്ത് നമ്മൾ ആൾക്കാർ ചെയ്യുന്നത് ഇങ്ങനെ എണീറ്റ് നിൽക്കാൻ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്കിൽ വരുന്ന കാറുകാർ എൻ്റെ പേരിൽ കേസ് കൊടുക്കും, ആശ്രം കാണിച്ചു എന്നും പറഞ്ഞിട്ട്. കാരണം അങ്ങനത്തെ ഒരു റൈഡിങ് പോസ്റ്ററാണ്. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഈ ഒരു ബോബറിനകത്ത് ഇത് കുറച്ചും കൂടെ ഒന്ന് എർഗണോമിക്കലി നന്നാക്കാൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ആ സീറ്റിൽ പറഞ്ഞ ആ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ആ സീറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് ഇരിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ ഹാൻഡിൽ ബാർ കുറച്ചുകൂടെ ഒന്ന് പൊങ്ങണമായിരുന്നു. ഇത് പൊങ്ങിയാൽ മാത്രമേ കുറച്ചുകൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു സസ്പെൻഷൻ ലോവർ ബാക്കിന് കുറച്ച് പണി തരാൻ സാധ്യതയുണ്ട്, പക്ഷേ അപ്പർ ബാക്കിനും പണി കിട്ടാൻ ഒരു സാധ്യത ഞാൻ വേറെ കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റൈഡിംഗ് പോസ്റ്റിൽ നമ്മൾ കറക്റ്റായിട്ട് ഇരുന്നില്ലെങ്കിൽ നമ്മൾ കുനിഞ്ഞു കുത്തി ഇരുന്ന് ഓടിക്കാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പോർട്ടി ആയിട്ട് ഇരുന്ന് ഓടിക്കുക. ഇങ്ങനെ ഇതാണ് എനിക്ക് ആദ്യം സിറ്റിയിൽ കിട്ടാൻ. ഞാൻ സിറ്റിയിൽ കുറച്ച് നല്ലോണം സ്ട്രഗിൾ ചെയ്തു ഇത് ആദ്യ ദിവസങ്ങൾ ഓടിക്കുന്നൊരു സമയത്ത്. പിന്നെ ഞാൻ പതുക്കെ ഹൈവേയിലേക്കൊക്കെ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റേതായിട്ടുള്ള ഒരു റൈഡിംഗ് പോസ്റ്റർ ഉണ്ട്. ഇത് വേറൊരു വണ്ടിയിലും ഞാൻ ഇരുന്നിട്ടില്ല ഇങ്ങനെ. ഈവൻ ട്രയംഫിൻ്റെ പോപ്പർ ഓടിച്ച് പോലും അതിന് വേറെ ഒരു റൈഡിംഗ് പോസ്റ്ററാണ്. അത് ഞാൻ പറഞ്ഞു അതിന് കുറച്ചുകൂടെ ഒന്ന് ടോളറായിട്ടുള്ള ഹാൻഡിൽ ബാറാണ് വരുന്നത്. അപ്പം ഹാൻഡിൽ കുറച്ചുകൂടെ ഒന്ന് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ നന്നാവുമായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാൻഡിൽ ബാർ അത്യാവശ്യം വൈഡാണ്, യൂ ടേൺ ഒന്നും എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിറേഴ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മിറേഴ്സിൻ്റെ വിസിബിലിറ്റിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നോർമൽ മിറേഴ്സിനേക്കാളും കുറച്ചൊന്ന് മോശമായിട്ടുള്ള വിസിബിലിറ്റിയാണ്. പക്ഷേ ഇതിന് നോർമൽ മിറേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ലുക്ക് ഭയങ്കരമായിട്ട് മോശമാവും. അപ്പം ഈ ഒരു മിറർ തന്നെയാണ് നല്ലതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഈ ഒരു മിറേഴ്സിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ബാരൻ മിറേഴ്സിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മോശമില്ലാത്തൊരു മിററായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂ ടേൺ എടുക്കുമ്പോഴും ഷാർപ്പായിട്ട് ഒരു ടേൺ എടുക്കുന്ന ഒരു സമയത്ത് നമ്മുടെ കൈ ചെന്ന് ഈ മിററിൽ ഇടിക്കുന്നുണ്ട്. അപ്പോൾ കൈ ചെന്ന് മിററിൽ ഇടിക്കുന്ന ഒരു വലിയ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദനിച്ചിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ഡിസ്കംഫർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈ ഒന്ന് മിററിൽ അടിച്ച് കഴിഞ്ഞാൽ മിററിൻ്റെ സെറ്റിങ്സ് മാറും. അപ്പോൾ ഓരോ ടേൺ എടുത്തു കഴിഞ്ഞാലും മിററിൻ്റെ സെറ്റിങ്സ് മാറ്റുക എന്ന് പറയുന്നത് കുറച്ചൊന്ന് ഒരു ബോധറിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചോളം. ഇനി വണ്ടിക്ക് ഹീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹീറ്റിംഗ് അധികം ഒന്നുമില്ല. അതായത് ഒരു 300cc ഹീറ്റ് ചെയ്യേണ്ട അത്ര തന്നെയാണ് ഈ വണ്ടി ഹീറ്റ് ചെയ്യുന്നത്. ഇനി ആ ഹീറ്റ് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലിൻ്റെ മേപ്പോട്ട് ഭാഗത്തേക്കോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്കോ ഒന്നും വരുന്നില്ല. ആകെ കൂടി വരുന്നത് ഈ പാദത്തിലേക്ക് മാത്രമാണ്. അതിപ്പോൾ നമ്മളൊരു ഷൂ ഇടുകയാണെങ്കിൽ ആ ഹീറ്റ് അറിയാൻ പോലും പോകുന്നില്ല. ഞാൻ ആദ്യത്തെ ദിവസം ചെരുപ്പിട്ട് ഓടിച്ചപ്പോൾ മാത്രമാണ് ആ ഹീറ്റ് അറിഞ്ഞത് അങ്ങനെ അവിടെ ഒരു ഹീറ്റ് ഉണ്ടെന്ന്. അതല്ലെങ്കിൽ ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിലായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നോക്കാം ആർക്കൊക്കെ ഈ വണ്ടി സെറ്റ് ആവുന്നുള്ളത്. അപ്പം എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, സിംഗിൾസിന് പറ്റിയൊരു വണ്ടിയാണോ ഇതെന്ന്. കാരണം സിംഗിൾ സീറ്ററാണ്. ഞാൻ പറയുന്നത് സിംഗിൾസിന് പറ്റിയ വണ്ടി എന്നൊന്നും നിങ്ങൾ ഉദ്ദേശിക്കേണ്ട ആവശ്യമില്ല. മാരീഡ് ആണെങ്കിലോ അതോ റിലേഷൻഷിപ്പിലാണെങ്കിലൊക്കെ ഈ വണ്ടി വാങ്ങി ഓടിക്കാം. ഒരു റിലേഷൻഷിപ്പ് ഫാക്ടർ ഒന്നും ഇതിനൊരു പ്രശ്നമല്ല. ഇതുമായിട്ടല്ല നമ്മൾ റിലേഷൻഷിപ്പാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് സിറ്റിയിൽ യൂസ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു സിറ്റിയിൽ യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് ആ നോക്കിംഗ് ഇഷ്യൂ ഉള്ളതുകൊണ്ട്
കുറച്ച് നല്ല രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലാണ് നിങ്ങൾ ഓടിക്കുന്നത് വരിക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് ട്രിവാൻഡ്രം വരെയുള്ള റോഡുകളൊക്കെ ഓടിച്ചിട്ടുണ്ട്. കോഴിക്കോട് മുതൽ കൊച്ചി വരെയുള്ള റോഡുകളൊക്കെ ഭയങ്കര പരിതാപകരമാണ് ഓടിക്കാൻ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നല്ല റോഡാണ്. അപ്പോൾ ഈ മോശം റോഡുകളിൽ ഓടിക്കുകയാണ് ഈ വണ്ടി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ടൈറ്റർ ക്ലച്ചാണ്, നമ്മൾ ഒരുപാട് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഡിസ്കംഫർട്ട് ഭയങ്കരമായിട്ട് നമുക്ക് സിറ്റി തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെറുതെ റെവ് ചെയ്ത് വണ്ടി എങ്ങനെയെങ്കിലും എത്തിക്കാനുള്ളത് എത്തിക്കും, അത്രേ ചെയ്യുള്ളൂ. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു ഇഷ്യൂ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കുറച്ചൊന്ന് തടിച്ച ആളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ഒരു 90 kg അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ ആണെങ്കിൽ ചിലപ്പം ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് പ്രശ്നമാവും. അതല്ല ഒരു 60 to 70 മാനേജബിൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഞാൻ പറയുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും ബാക്കി വണ്ടികൾ കമ്പയർ ചെയ്യുന്ന ഒരു സമയത്ത് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് മോശം തന്നെയാണ്. പിന്നെ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ കാര്യത്തിനൊക്കെ പോവുകയാണെങ്കിൽ വാങ്ങിയ സാധനങ്ങളും കവറുകളൊക്കെ ഇവിടെ ഹാൻഡിൽ ബാറിൻ്റെ മുകളിലൊക്കെ തൂക്കിക്കൊണ്ടുപോകുക, അങ്ങനെയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. പില്ലിയൻ സീറ്റ് വേണം തന്നെ ഇല്ല അതിന്. ഹൈവേയിലേക്ക് എത്തുമ്പോഴാണ് പ്രശ്നം. അതായത് ഹൈവേയിൽ നമ്മൾ ഒരു ടൂറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനും സീറ്റും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ളൊരു വണ്ടി തന്നെയാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് എർഗണോമിക്സ്, അതായത് നിങ്ങൾ ഒരുപാട് ഹൈറ്റ് ഇല്ലാത്ത ആളാണ്, ഈ ഒരു പെർഫെക്റ്റ് എർഗണോമിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം ടൂർ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. പക്ഷേ ലഗേജ് എവിടെ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. റെയർ സീറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ സാഡിൽ ബാഗ്, ടെയിൽ ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഫ്രണ്ടിലൊരു ടാങ്ക് ബാഗ് മാത്രം വയ്ക്കാൻ പറ്റും. ഞാൻ ഒരിക്കലും നിങ്ങൾ ബാക്ക് പാക്ക് യൂസ് ചെയ്യുന്നതിനോട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓടിക്കുന്ന ഒരാളാണ്, ഞാൻ ടൂർ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരു ബാക്ക് പാക്ക് ഇട്ട് ടൂർ ചെയ്യുന്ന ഒരു സമയത്ത് ബാക്ക് പാക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഓടിക്കുന്ന സമയത്ത് ആ ബാക്ക് പാക്ക് ചെന്നിട്ട് റെയർ സീറ്റിൽ ഇരിക്കണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു കംഫർട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇയാൾ തന്നെ ചെയ്ത് കണ്ടില്ലേ, ആ ബാക്ക് പാക്ക് ചെന്നിട്ട് ആ സീറ്റിൽ ഇരിക്കുന്നുണ്ട്, അപ്പോഴാണ് നമുക്കൊരു കംഫർട്ട് കിട്ടുക. ഇതിനകത്ത് അങ്ങനെ ഇരിക്കാൻ ഒരു സ്ഥലമില്ല. കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ സീറ്റിൻ്റെ ഏറ്റവും എഡ്ജിലേക്ക് പുഷ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഫുൾ ലോഡ് നമ്മളെ പുറകിൽ വരുന്നത് മാത്രമല്ല നമ്മുടെ അപ്പർ ബാക്കിനകത്തും പെയിൻ വരും, ഷോൾഡേഴ്സിലും പെയിൻ വരും. അതുകൊണ്ട് തന്നെ ടൂറിങ്ങിന് ഇത് നല്ലൊരു വണ്ടിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇൻ ടേംസ് ഓഫ് ലഗേജ് ക്യാരിങ് കപ്പാസിറ്റി, നിങ്ങളുടെ കൂടെ ഒരു കാർ ഓടുന്നുണ്ട്, ആ കാറിനകത്ത് നിങ്ങളുടെ ലഗേജ് എല്ലാം പുഷ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നല്ല രീതിയിൽ ഓടിച്ചു പോകാം. ജസ്റ്റ് മോശം റോഡ് വരുമ്പോൾ മാത്രം ഒന്ന് നോക്കിയാൽ മതി. അപ്പം ലഗേജ് കെട്ടുന്ന ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ് ഈ ഒരു വണ്ടി നല്ലൊരു ടൂറല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു 100 പുട്ടുപോലെ പോകും, ഒരു 120 വരെയൊക്കെ ഈസി ആയിട്ട് പോകും. വൈബ്രേഷൻ ചെറുതായിട്ടുണ്ട്, അത് അനോയിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് അനോയിങ് ആണ്. കാരണം നമ്മുടെ ശരീരം വണ്ടിയായിട്ട് തട്ടുന്ന 3 പോയിൻറ്റ്സ് ആണ്. ഒന്ന് സീറ്റ്, പിന്നെ ഹാൻഡിൽ ബാർ, പിന്നെ ഫുട് പെഗ്. ഈ 3 സ്ഥലത്തും വൈബ്രേഷൻ അറിയുന്നുണ്ട്. അപ്പം വൈബ്രേഷൻ ഇല്ലാത്തൊരു സ്ഥലമുണ്ട്. ഇപ്പം പോകുന്ന സ്പീഡ് 80 എന്താണെന്ന് തോന്നുന്നു, 80ലാണ് പോകുന്നത്. അപ്പോൾ ഈ സ്പീഡിലൊന്നുമില്ല, നമ്മൾ അത്യാവശ്യം റെവ് ചെയ്തെടുത്താലാണ് ആ ഒരു വൈബ്രേഷൻ അറിയുന്നത്. അതും ആദ്യത്തെ ഗിയറുകളിൽ മാത്രം വൈബ്രേഷൻ കുറച്ചുകൂടെ എവിഡൻ്റ് ആയിട്ട് നമ്മൾ അറിയുന്നുള്ളൂ. ടോപ്പ് ഗിയറിലെത്തുന്ന സമയത്ത് വൈബ്രേഷൻ അറിയില്ല. ഇനി വണ്ടി ഓഫ് റോഡ് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും പോകില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് സസ്പെൻഷനും സീറ്റും ഒന്നും ഒരു ഓഫ് റോഡിങ്ങിന് പറ്റിയ രീതിയിലുള്ളൊരു വണ്ടിയേ അല്ല. ഇപ്പം ഓൾ ഇന്ത്യ ട്രിപ്പിന് പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി പറയുന്നത് നിങ്ങളൊരു അഡ്വഞ്ചർ ടൂറർ പോലത്തെ ഒരു വണ്ടിയാണ് നോക്കേണ്ടത്. ബോബർ അല്ല. ബോബർ ശരിക്കും പറഞ്ഞാൽ ഒരു വീക്കെൻഡ് റൈഡിനൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ്, അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് എടുത്തൊന്ന് പൊളിക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു വണ്ടിയാണ്. ഞാൻ പറഞ്ഞ എഞ്ചിൻ ഭയങ്കര എൻഗേജിങ് ആണ്, അതുകൊണ്ട് തന്നെ പൊളിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓണർഷിപ്പിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് 2.5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സർവീസ് എന്നൊക്കെ പറയുന്നത് ആദ്യത്തെ സർവീസ് ഒബ്വിയസ്ലി 1000 കിലോമീറ്റേഴ്സിലാണ് ചെയ്യുന്നത്. അതിനുശേഷം 1 in 6000 കിലോമീറ്റേഴ്സാണ് സർവീസ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല ഒരു സർവീസിന് ഒരു 2000 to 2500 ഒക്കെയാണ് സാധാരണ ചാർജ് വരാറ്. അത് മോശമില്ലാത്തൊരു സർവീസ് ചാർജാന്ന് പറയും. പിന്നെ ഇതിന് മൈലേജ് ആൾക്കാർ ക്ലെയിം ചെയ്യുന്നത് ഇൻ്റർനെറ്റിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 30 കിട്ടുന്നത്. അതും മോശമില്ലാത്തൊരു മൈലേജ് എന്നാണ് ഞാൻ പറയാം. ഇപ്പം നിങ്ങൾക്ക് തോന്നരുത് ഞാൻ ഈ വണ്ടീനെ കുറിച്ച് ഒരുപാട് മോശം കാര്യങ്ങൾ പറഞ്ഞു എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി വാങ്ങിച്ച് ഓടിക്കാൻ തുടങ്ങി, എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല വേറൊരു വണ്ടിക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ വണ്ടിയുടെ എങ്ങനെ യൂസ് ചെയ്യും, ഞാൻ ഈ വണ്ടി ഒരാൾക്ക് സജസ്റ്റ് ചെയ്യും എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു ഫാൻ ബോയ് ആണ് നിങ്ങൾ, കട്ട ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി തന്നെ നിങ്ങൾ പോയി വാങ്ങുക, പ്രശ്നമൊന്നുമില്ല. എനിക്ക് ആകെ കൂടെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണി ഗംഗയെക്കുറിച്ച് നകുലനോട് പറയുന്ന അതേ ഡയലോഗാണ് ഞാൻ ഈ വണ്ടിയെക്കുറിച്ച് നിങ്ങളെടുത്ത് പറയാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിൽ എല്ലാ സ്നേഹവും കൂടെ ചേർത്ത് പിടിച്ചിട്ട് വേണം നിങ്ങൾ ജാവ പെരാക്ക് ഓടിക്കാൻ. സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയല്ല, ഒരുപാട് ലഗേജ് ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ പെരാക്കാണ്. ഞാൻ പറഞ്ഞു ഇത്രത്തോളം ഒരു റോഡ് പ്രസൻസ് ഉള്ള ഒരു വണ്ടി എന്ന് പറയുന്നത് ഞാൻ വളരെ കുറച്ച് കണ്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടിയും വേറൊരു വണ്ടിയുമായിട്ടുള്ള എന്തെങ്കിലും കമ്പാരിസണോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടാവില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട്, വണ്ടി കമ്പയറബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാനത് ഓടിച്ച വണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കോമെൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.